വൈറ്റ് ആൻഡ് ഗ്രീൻ തീം അങ്ങനെയാണോ ഫുള്ളി? ഓക്കെ, ഒരു ഹരിതാപയും പച്ചപ്പൊക്കെ പുറത്തുനിന്നേ തോന്നുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഈ ചെടികൾക്ക് അങ്ങനെ എന്തെങ്കിലും സെലക്ഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതിന്റെ ഒരു ചോയ്സിൽ എന്തെങ്കിലും? അമ്മയാണ് മെയിൻ ആയിട്ട്. ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ. പണ്ടത്തെ വീട്ടിൽ നിറച്ച് ചെടികൾ ഉണ്ടായിരുന്നു. പ്ലാന്റ് സ്പെഷ്യലിസ്റ്റ് ആണ് ആക്ച്വലി. ഞങ്ങളുടെ വീട് മൊത്തം ചെടിയാണ്. കാരണം നമുക്കിപ്പോ എന്തെങ്കിലും മനസ്സിന് ഒരു വിഷമം വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു പച്ചപ്പ് കണ്ടിരുന്ന ഒരു സമാധാനമാണ്. അതിനുവേണ്ടി തന്നെയാണ് എല്ലാം വീട് മൊത്തം പച്ചപ്പുണ്ട് ആക്ച്വലി. പിന്നെ വൈറ്റും ഒരു ഡാർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വിഷമം ഉള്ള ഒരു വെട്ടം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇനിയിപ്പോ നമ്മള് സാമ്പിളിങ്സ് വെച്ചിരിക്കുന്നത് ഇനി പുതിയതായിട്ട് വീണ്ടും നടാൻ വേണ്ടിട്ടാണോ? അത് ഇങ്ങനെ തന്നെ ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യണം? ഇവിടെ നടാനായിട്ട് പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ചട്ടികളുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇതിന്റെ അകത്ത് ടാങ്കാ, ടാങ്കാ ഏകദേശം 2000 ലിറ്റർ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പൊ ഒരു ഇടയ്ക്ക് വാട്ടർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നം നമുക്ക് 3 ടാങ്ക്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെ കാരണം ഇച്ചിരി മുകളിലായതുകൊണ്ട്, കുന്നിന്റെ മുകളിലാണല്ലോ, അപ്പൊ അതുകൊണ്ട് വെള്ളത്തിന് ചെറിയ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ എന്ന രീതിയിൽ ഇവിടെ ഒരെണ്ണമുണ്ട്, മുകളിൽ ഒരെണ്ണമുണ്ട്, 3 വെച്ചിട്ടുണ്ട് ടാങ്ക്. ഓക്കെ, ബൈ ദ വേ അത് പറയാൻ വിട്ടുപോയി. ഈ വീട് ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു കുന്നിന്റെ മുകളിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ വ്യൂ ഒക്കെ നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റും അല്ലെ? ഓക്കെ, അപ്പൊ അതൊക്കെ കാണിച്ചു തരാം. കുന്നും കടലും ഒക്കെ ഉണ്ട് എന്ന് ഞാൻ കേട്ടായിരുന്നു. ഇതൊരു കാസറ്റ് പോലെ ഡിസൈൻ ചെയ്തേക്കുന്നത്, ഒരു കാസറ്റ് ആണ്, പഴയ കാസറ്റ് പോലെ. അപ്പൊ ഇത് ആക്ച്വലി വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു പഴയ കാസറ്റ് ആണ്, 2 നടുക്കുള്ള ഒരു സാധനം. ആൻഡ് ഭയങ്കര ക്ലെവർ വേ ഓഫ് ഡിസ്ഗൈസിങ് അല്ലേ? നമ്മളുടെ ആ ഒരു ഇതിനെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഡിസ്ഗൈസ് ചെയ്തു. ആൻഡ് യെസ്, നമുക്ക് അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ഉറപ്പായും നമ്മളുടെ ബിഹൈൻഡ് വുഡ് സൈസിന്റെ അകത്ത് ഒരുപാട് കാർ പ്രേമികളുണ്ട്. അപ്പൊ നമ്മള് 2 ഭയങ്കര പ്രീമിയം കാർസും കാണുന്നുണ്ട്. അപ്പം ഇത് ആരുടെയൊക്കെ കാറുകളാണ്? ഇപ്പം എനിക്ക് തോന്നുന്നു ഡോക്ടറും വൈഫും മാത്രമാണ് ഇവിടെ വീട്ടിലുള്ളത്? അല്ല, എന്റെ ഫാദറും എല്ലാവരും ഉണ്ട് ഇവിടെ. പിന്നെ ഫാദർ ആക്ച്വലി ഇവിടെ താമസിക്കുന്നു. ഞാൻ അറിയാലോ, അബുദാബിയിലാണ്. ഇതെന്റെ ബ്രദറിന്റെ കാറാണ്. PRS ഹോസ്പിറ്റലിലെ എമർജൻസി ഇപ്പൊ ഹെഡാണ്, ചീഫാണ്. ഞാനായിരുന്നു, ഇപ്പം അദ്ദേഹമാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അതെന്റെ കാറാണ്. ഇവിടെ വല്ലപ്പോഴും തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇറങ്ങാനുള്ള കാറാണ്. അവിടെയോ? അവിടെ റേഞ്ച് റോവർ ആണ്. ചെറിയ കളികളൊക്കെ ഞങ്ങൾക്കുള്ളതോ? അകത്തേക്ക് കയറാം. ഷൂറാക്കാണ് നമുക്ക് എല്ലാവരും ഉള്ളത് കൊണ്ട്. ഞങ്ങള് 3 ബ്രദേഴ്സാണ്, 3 പേര് എമർജൻസി ഫിസിഷ്യൻസ് ആണ്. ഒരാള് മുംബൈയിലാണ്, അടുത്ത ആള് PRS ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങളുടെ ഉണ്ട്, പിന്നെ ഫാദറും മദറും ഉണ്ട്, പിന്നെ ഇവരെല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഇത്രയും വേണ്ടി വരും. 3 പേരും ഡോക്ടേഴ്സ് ആണെന്ന് പറയുമ്പോൾ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ഈ 3 മക്കളെയും ഡോക്ടേഴ്സ് തന്നെ ആക്കണം എന്നുള്ള രീതിയിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് വീട്ടിലെ കേബിൾ ഒക്കെ ഡിസ്കണക്ട് ചെയ്ത് പഠിപ്പിച്ചൊരു അച്ഛനമ്മയുണ്ട് എന്നുള്ള അങ്ങനത്തെ ഒരു ചൈൽഡ്ഹുഡ് സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. 3 മക്കളെ ഉള്ളത് കൊണ്ടാണ് 3 മക്കളും ഡോക്ടറായി. ഈ 5 മക്കളുണ്ടായിരുന്നെ 5 മക്കളും ഡോക്ടറായി. ഇതിനു മുമ്പ് എവിടെയായിരുന്നു വീട്? ഞങ്ങൾ ആക്ച്വലി പൂവാർ എന്നുള്ള സ്ഥലത്തായിരുന്നു. അവിടെ ആക്ച്വലി അതും ഒരു വല്ലാത്ത സ്റ്റൈൽ. ഇതിപ്പോ ഒരു കണ്ടംപററി സ്റ്റൈല്, ഡിഫറെന്റ് അല്ലേ? അതൊരു വേറെ രീതിയിലാണ്. ആക്ച്വലി ട്രഡീഷണൽ സ്റ്റൈലാണ്. വുഡും പിന്നെ കരിങ്കൽ വെച്ചൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് വീണ്ടും ആ വീട്ടിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകേണ്ടിയിരിക്കുന്നു. അത് ശരിക്കും കാണേണ്ട ഒരു വീടാണ്, നല്ലോണം ചെയ്തു. ആരുമില്ല. ഞങ്ങള് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത് Airbnb വല്ലതും ചെയ്യണമെന്നൊക്കെ ആലോചിച്ചു. ശരിക്കും ഒരു ഗസ്റ്റ് ഹൗസ് നല്ലതാണ്. പിന്നെ നല്ല തണുപ്പാണ് അതിനകത്ത്, കരിങ്കലൊക്കെ ഉള്ളതുകൊണ്ട്.